പിടിച്ചേ. ഇതാര് ഫിറ്റ് ചെയ്യും? നീ കൊണ്ടുവരണമെന്ന് പറഞ്ഞു, കൊണ്ടുവന്നു. നീ കത്തിക്കാതിരിക്കേ, എനിക്കറിയണ്ട. ബൈ. എടാ അഭിനെ, എനിക്ക് അറിയാത്തോണ്ടല്ലേടാ, ഒന്ന് ഫിറ്റ് ചെയ്താടാ. എടോ, അവൾക്ക് അറിയാത്തോണ്ടല്ലേ ഒന്ന് ഫിറ്റ് ചെയ്തതാ. തനിക്കറിയോ? എനിക്കറിയത്തില്ല, എനിക്ക് പേടിയാ. ഓഹോ, കത്തിച്ചിട്ടുണ്ട്. ഓ, അഭിനില്ലായിരുന്നെങ്കിലോ? മതി. എടോ താങ്ക്സ്. ശരി, ബൈ. ആ ഡാ, ഇത് ഗീതു. ഇവളെ എൻ്റെ കൂടെ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്. ഇവള് കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. ഹായ്. എബിൻ, ക്ലാസ്സും കോഴ്സൊക്കെ കഴിഞ്ഞു. കഷ്ടാലത്തുള്ള നൈബറ. ഇടയ്ക്ക് അമ്മിക്കല്ല് പൊക്കാനും ഗ്യാസ് ഊറ്റി പൊക്കാനൊക്കെ വിളിക്കും. ബൈ ദെൻ. ആ ബൈ. എനിക്കൊരു കാര്യം പറയണ്ട്. എടാ, എനിക്കൊരു കാര്യം പറയണ്ടെന്ന്. ആ പറയടാ. എനിക്കൊരു കാര്യം പറയണ്ടെന്ന്. ആരോടാ? എന്നോടാന്നോ അവനോടാന്നോ? മച്ചാനെ, രണ്ടുപേരോടാ പറയുന്നേ, ഒന്ന് ശ്രദ്ധിക്ക്. നീ പറയടാ. മച്ചാനെ നീ പറഞ്ഞോ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എടാ, നീ അതേ തൊലിഞ്ഞ സാമാനം ഇട്ട് എനിക്ക് നിർത്ത്. തൊലിഞ്ഞ സാമാനോ? മച്ചാനെ സ്പാനർ തപ്പിയതാ. സീരിയസ് ആണെന്ന് പറഞ്ഞില്ലേ, നീങ്ങി വാ, പറടാ, എന്തോ നിന്റെ പ്രശ്നം? മച്ചാനെ, അവൾക്ക് വേറെ ആരും ഉണ്ട് മച്ചാനെ. അവളോ? ഏതവള്? നീ ഇതാരെ കുറിച്ചായി പറയുന്നത്? ഗീതുവിനെ കുറിച്ചോ? വേറെ ഏത് പെണ്ണാണ് എനിക്കുള്ളത്? എടാ, കാര്യത്തിലാണോ? പോടാ. അവളോ? നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? എനിക്കിപ്പോഴും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല മച്ചാനെ. രാവിലെ അവൾ കാണാൻ വിളിച്ചിട്ട് ഞാൻ ചെന്നതാ. ചെന്ന് കണ്ടൊരു ചായയൊക്കെ കുടിച്ച് ഒരു സിഗൊക്കെ വലിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു. അവൾക്ക് ഹോസ്റ്റലിൽ പോകണമെന്ന് പറഞ്ഞ് അവളെ കൊണ്ടുവിടാൻ നേരത്താ അവളുടെ കഴുത്തിലൊരു പാടോ? അത് വല്ല ആട്ടാമ്പുഴ പാട്ടിയായിരിക്കും. എൻ്റെ പൊന്ന് കലേശ, കോമഡി മൂഞ്ചാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല. നീ പറ. എനിക്കറിയത്തില്ല മച്ചാനെ. കഴുത്തിൻ്റെ ഈ സൈഡിലായിട്ടൊരു ലവ് ബൈറ്റ് പോലെ കട്ടിക്ക്. ലവ് ബൈറ്റ്? അതെന്തുവാ? എടാ, അത് ഈ ഉമ്മയൊക്കെ വെക്കുമ്പോൾ എന്നിട്ട് നീ ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചു മച്ചാനെ, പക്ഷെ അവള് ലിപ്സ്റ്റിക്കാന്ന് പറഞ്ഞ് നൈസായിട്ട്. പക്ഷെ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല മച്ചാനെ. അവള് നീ വിഷമിക്കാതെ അവളോടങ്ങ് ചോദിച്ചാ പോരെ, ആരാ എന്തുവാ? നിനക്ക് തോന്നുന്നുണ്ടോ നമ്മൾ ഇവനും പോലും അറിയാതെ ലവ് ബൈറ്റ് വരെ എത്തിയ റിലേഷൻഷിപ്പ് അവൾക്കുണ്ടെങ്കിൽ അവൾ ഇനി ഇതിനോട് പറയുമോ? ഇല്ല. അവൾ തന്നെ നമ്മളടുത്ത് വന്ന് എല്ലാം പറയും, അതും ചോദിക്കാതെ തന്നെ. മച്ചാനെ നീ നോക്ക്, അവളുടെ കളി എവിടെ വരെ പോകുന്നു നമുക്ക് നോക്കാം. എടാ പോടാ. ഇല്ല, ഏയ് പിന്നെ പറയാം. നീ എപ്പോ വരും? ഇവിടെ കുഴപ്പമൊന്നുമില്ല അമ്മ. ഹോസ്റ്റലിൽ നോക്കിയിട്ടുണ്ട്, ഡെപ്പോസിറ്റ് കൊടുക്കണം. 2 ദിവസത്തിനുള്ളിൽ ഞാൻ വിളിക്കാം മാം. ഹായ്. എടാ ഞാൻ വിളിക്കാം.
ഗീതു വീണയുടെ ഫ്രണ്ട്. അതെ, വീണ പുറത്തു പോയേക്കാം. ഇവിടെ എന്താ പരിപാടി? ഞാൻ ആക്ച്വലി ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി വന്നതാ. ഇപ്പോൾ PG നോക്കിക്കൊണ്ടിരിക്കുക. അതുവരെ ഇവിടെ ഉണ്ടാവും. ഇവിടെ എന്താ പരിപാടി? അച്ഛനമ്മയൊക്കെ നാട്ടിലാണ്, ഞാനിവിടെ ഒറ്റയ്ക്ക് ചില്ലിങ്. ഓക്കെ. ഒളിച്ചിരുന്ന ബീറടിയാണോ? ബീറടിക്കാൻ വിളിച്ചിരിക്കുമോ? ഞാനിവിടുന്ന് സ്ഥിരം അടിക്കാറ്. വേണം? വേണ്ട. കഴിച്ചോ? കുഴപ്പമില്ല, ഒരു പ്രശ്നമൊന്നുമില്ല. താൻ കഴിച്ചു? ഇവിടെ സീനൊന്നുമില്ലേ? കഴിക്കാല്ലേ? എടാ അതിപ്പോൾ പറയാൻ പറ്റില്ല. സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോട് പറയാം, നീ ഇങ്ങോട്ട് വാ. ഹലോ, എപ്പോൾ വരും? എന്നെ പരിപാടിയാണ് കാണിച്ചേ? ഞാൻ ഒറ്റവലിയാ. താനത് മൊത്തം കുടിച്ചു? സോറി. ഈ സിഗരറ്റാണോ വലിക്കുന്നത്? അതിൻ്റെ ഫ്രണ്ട് തന്നാ. ഓ, വലിക്കൂ? ഓ, റിങ്ങൊക്കെ പ്രോയാണല്ലോ. തന്നെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയെന്നറിയോ? ഇല്ല. എന്താ? വാവ്, യു ആർ സോ അട്രാക്റ്റീവ്. നമ്മൾ ഇന്നലെ കണ്ടതേ ഉള്ളൂ. ശരി, അപ്പോൾ കാണാം. ഉറങ്ങിപ്പോയോ? ചെറുതായിട്ട്. ഞാൻ പോട്ടെ, സമയായി. പോട്ടെ. ഞാൻ പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം.
ഇതാരുടെയാടാ ഏറ്റിഎം കാർഡ്? ഏ ഗീതു സുരേന്ദ്രൻ. എടാ ഏറ്റിഎം കാർഡ് ആരുടെയാ? ഏത് ATM കാർഡ്? ആരാ ഈ ഗീതു? എടാ ഈ ഗീതു സുരേന്ദ്രൻ ആരാന്ന്? എടി എന്റെ ATM കാർഡ് കളഞ്ഞു പോയപ്പോഴേ എന്റെ ഫ്രണ്ടിനെ മേടിച്ചതാ. വീണ്ടും കൊണ്ട് കളഞ്ഞല്ലേ? ഇത് എത്രാമത്തെയാടാ? ആ പോയിട്ട് കുറേ ഞാൻ കാണുമ്പോ കൊടുത്തോളാം. ഒരു സാധനം സൂക്ഷിക്കത്തില്ല, എപ്പോഴും വേറെ അങ്ങെടുത്താ മതിയല്ലോ. നീ അതോടെ വെച്ചേക്ക്, ഞാൻ കാണുമ്പോ കൊടുത്തോളാം. അല്ല ഏതായി ഞാൻ അറിയാത്ത ഫ്രണ്ട്? എന്റെ എല്ലാ ഫ്രണ്ട്സും നിനക്കറിയോ? അല്ല നീ ഏറ്റിഎം കാർഡ് എവിടെ കൊണ്ട് കളഞ്ഞു എന്നാ പറഞ്ഞേ? കഴിഞ്ഞ ആഴ്ചേ സൂപ്പർ മാർക്കറ്റിൽ പോയി വരുമ്പോ കളഞ്ഞു പോയതാ. നീ അതോടെ വെച്ചേക്ക്, ഞാനിപ്പോ അങ്ങോട്ട് വരാം. പുറത്താരെങ്കിലും ഉണ്ടോ?